ബട്ടറും ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് തന്നെ എങ്ങനെ അടിപൊളി മാർബിൾ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 മുട്ടയും പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വാനില എസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒഴിക്കാം, ഇല്ലെങ്കിൽ 2 ഏലക്കായ ഇട്ടാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര വേണം, പൊടിക്കാത്ത പഞ്ചസാര തന്നെ. ഇത് ഒറ്റയടിക്കിടരുത്, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിടുക, എന്നിട്ടൊന്ന് മിക്സിയിൽ അടിക്കുക, പിന്നെയും കുറച്ച് ഇടുക, അടിക്കുക, അങ്ങനെ 3 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 കപ്പ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്ററല്ല, എഗ് ബാറ്റർ. അതിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. നിങ്ങളുടെ കയ്യിൽ കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക. ഏതെങ്കിലും നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക. 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ അരിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലെടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വെക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഇനി നന്നായിട്ട് ഇളക്കി വെക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേ ടിന്നെടുക്കാം, കേക്ക് പാൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അതെടുക്കുക. നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള കൊക്കോ കൂട്ടിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മളുടെ മുട്ടയുടെ ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് മേലെ കുറച്ച് ഈ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് ബാറ്റർ ഒഴിക്കുക. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അതിങ്ങനെ പരന്ന് വരും. അതിന് മുകളിലേക്ക് വീണ്ടും ഈ യെല്ലോ ബാറ്റർ ഒഴിക്കുക, പിന്നെ ബ്രൗൺ ബാറ്റർ ഒഴിക്കുക. അങ്ങനെ മാറ്റി മാറ്റി ഒഴിച്ചു കൊടുക്കുക. മുഴുവനും കഴിയുന്നവരെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ലാസ്റ്റ് ഞാൻ കുറച്ച് കൊക്കോ ബാറ്റർ ബാക്കി വെച്ചിട്ട് അത് ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു പൂ പോലെ കിട്ടാൻ വേണ്ടി, വെറുതെ ഒരു ഡിസൈൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം. എന്നിട്ടൊരു ടൂത്ത് പിക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഓരോ പ്രാവശ്യം വരയ്ക്കുന്തോറും ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ആ മഞ്ഞ ബ്രൗണിലേക്ക് ആവില്ലേ. അതുകൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു പൂ പോലെ കിട്ടും. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഇതിങ്ങനെ ബാറ്റർ റെഡിയാക്കുന്ന സമയം തന്നെ ഞാനൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അലൂമിനിയം പാത്രം. ഒരു 5 മിനിറ്റ് അത് അവിടെ നിന്ന് ചൂടാവണം. അതിലേക്കാണ് നമ്മൾ ബാറ്റർ ഉള്ള ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് ആദ്യം ചൂടാക്കി വെക്കണം. എന്നിട്ടാണ് നമ്മൾ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അടച്ചു വെക്കുക. 45 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഒരു ഇർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ കുത്തി നോക്കി ക്ലീനായി വരികയാണെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇത് കുറച്ച് സമയം തണുക്കാൻ വെക്കുക. ചൂടോടുകൂടെ തന്നെ പാത്രത്തിൽ നിന്ന് അടർത്തിയെടുക്കരുത്. കുറച്ച് തണുത്തതിന് ശേഷം അടർത്തിയെടുക്കാം. കത്തി കൊണ്ട് ഇങ്ങനെ സൈഡിലൂടെ ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് എടുത്താൽ വേഗം കിട്ടും. നമുക്കതിൻ്റെ ബാക്കിൽ വെച്ച ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മാർബിൾ കേക്കാണിത്. അപ്പം ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ ഒരു 2-3 ദിവസം നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് വേറൊരു പലഹാരം നോക്കി പോകേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, അതിൻ്റെ നമ്മളെ ബ്രൗൺ ഭാഗങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. മുറിച്ച് നോക്കിയാൽ ഉള്ളിലും ലൈൻസ് ഉണ്ടാവും. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏതൊരാൾക്കും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.